Hey guys, welcome back. അപ്പോൾ ഇന്ന് ക്യാമ്പിന്റെ ലാസ്റ്റ് ദിവസം ഇവിടെ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. The most beautiful thing in this camp. അത് പറയാതിരിക്കാൻ വയ്യ കാരണം നല്ല വ്യൂ അടിപൊളി. നമ്മളെ ഇടയ്ക്ക് അങ്ങോട്ട് പോകണ വഴിക്ക് ആനയെ കാണുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കാണിച്ചു തരും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന് വളരെയധികം Hey guys, welcome back to a പുതിയ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് യുവക്ഷേത്ര കോളേജിലേക്കാണ്. അപ്പോൾ നമ്മളെ ക്യാമ്പിന്റെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയാ. This man literally amazing. The upcoming social media star icon. എന്തോ എന്നെ ഇഷ്ടമാണ് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് ഷെയർ ചെയ്യുക. അപ്പോൾ സെറ്റ് ഒന്നും എന്തുവാ വീഡിയോ എടുക്കുന്ന 2-3 കുറേ അധികം ചെറുപ്പക്കാർ. അപ്പോൾ ഇന്ന് ക്യാമ്പിന്റെ ലാസ്റ്റ് ദിവസമായിട്ട് നമ്മൾ ധോണിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ധോണിയിൽ ട്രക്കിംഗ് ആണ്. അപ്പോൾ ധോണിയിൽ നമ്മൾ നടക്കുന്ന വീഡിയോസ് ഒക്കെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ധോണിയിലോട്ട് പോകണേ. ഹായ്, ഇതാണ് ഗൈസ് നമ്മുടെ വെജിറ്റേറിയൻ കുട്ടി. ഈ കുട്ടി പറയണത് നമ്മളെ മുട്ടയൊക്കെ വെജിറ്റേറിയൻ ആണ്. ഇതാണ് നമ്മുടെ സ്വന്തം ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ. നമ്മൾ എല്ലാ ആൾക്കാരെയും പരിചയപ്പെടുത്തില്ല. ഈ ചേച്ചിയുടെ പേര് അഖില എന്നാണ്. ഗൈസ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഈ ബ്രോയുടെ ഫോണിലാണ്. അപ്പോൾ ബ്രോ പേര് പറയും. രഞ്ജിത്ത്. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് ഇന്നലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് പോയി കണ്ടോ. ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാമ്പിലോട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വന്ന ഒരു കരോളാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പ് കിടക്കുന്നത് നമ്മുടെ യുവക്ഷേത്ര കോളേജിൻ്റെ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തവിടെയുള്ള ഒരു പള്ളിയിൽ നിന്ന് വന്ന കരോളാണ് ഗൈസ് ഇത്. അങ്ങനെ കരോളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്കും ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്യാമ്പിൻ്റെ ലാസ്റ്റ് നൈറ്റാണ് ഗൈസ് ഇന്ന്. ക്യാമ്പ് ആകുമ്പോൾ കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മസ്റ്റാണ് ഗൈസ്. ഇവിടെയും കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. സംഭവം നല്ല വൈബായിരുന്നു. ഗൈസ്, നമ്മൾ ഈ KSRTC ബസ്സിലാണ് പോകാൻ പോണത്. പേര് പറയും ആനന്ദ്. ഗൈസ്, ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കണ വീഡിയോ എടുക്കണ ഒരു ബ്ലോഗറാണ്. ഹലോ മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ്. ഗൈസ്, ഞാൻ എല്ലാവരെയും നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഹായ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ബസ്സിൽ കയറിട്ട് പ്രതീക്ഷേ നമ്മൾ ധോണിയിലോട്ടാണ് പോകുന്നത്. ഡ്രൈവറിന്റെ ക്യാബിനൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതാണ് ഗൈസ് നമ്മളെ ക്യാമ്പിലുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി. പരിചയപ്പെടുത്തി കൊടുക്കും. എന്റെ പേര് വിഷ്ണുപ്രിയ, ഞാൻ ശ്രീഷ്ണ വരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ ധോണിയിലോട്ടാണ് പോകുന്നത്. ധോണിയിലോട്ട് നമ്മൾ എങ്ങനെ പോകും? ഇതാണ് പ്രതീക്ഷ. അപ്പൊ നമ്മള് ക്യാമ്പിന്റെ 3ാമത്തെ ദിവസമാണ്, ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ നമ്മള് അടുത്ത് പോണത് ധോണിയിലേക്കാണ്. അവിടെ ഭയങ്കര ട്രക്കിങ് കാര്യങ്ങളൊക്കെയാണ്, മല കയറുക അങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പൊ എല്ലാം സെറ്റല്ലേ? സെറ്റാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ധോണിയിലോട്ട് ലൈക്ക് ചെയ്യുക, എല്ലാരും ഷെയർ ഗൈസ്, നമ്മുടെ ക്യാമ്പിന്റെ ഓർഗനൈസറും എന്താ പ്രൊഡ്യൂസറും ഒക്കെ ആയ നമ്മുടെ സ്വന്തം ബിൻസി മാം ഇവിടെ നിൽപ്പുണ്ട്. ബിൻസി മാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു.
ഓൾ ദി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ. അതായത് വരുംകാല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന് വളരെയധികം ആശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. മല കയറി പോകണ്ടേ, തലേ കുത്തി ചാരണ്ടേ, മല കയറി പോകണ്ടേ, അവിടുന്ന് തലേ കുത്തി ചാരണ്ടേ, മല കയറി പോകണ്ടേ, അവിടുന്ന് തലേ കുത്തി ചാടണ്ടേ, മല കയറി പോകണ്ടേ, അവിടുന്ന് തലേ കുത്തി ചാടണ്ടേ, അവിടുന്ന് തലേ കുത്തി ചാടണ്ടേ. നമ്മുടെ അംഗങ്ങളുടെ എണ്ണത്തിൽ ചെറിയ സംഖ്യയുള്ള ടീം, അപ്പൊ നമ്മൾ ജയിക്കുമെന്നാണ് അടിച്ചു പൊളിച്ച് ഞങ്ങൾ സെറ്റാ. നല്ല വൈബാണ് ഗൈസ്. നമ്മള് 3 ദിവസത്തെ ക്യാമ്പ് ആണെങ്കിലും എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ കണക്ട് ആയി. ആരെയും അറിഞ്ഞിട്ടായിരുന്നു, പക്ഷെ നമ്മളെല്ലാവരും നല്ല രീതിയിൽ കണക്ട് ആയി. ഗൈസ്, അപ്പോൾ 1 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ധോണിയിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ എന്ന് പറയുന്നത് ധോണിയിലുള്ള വീഡിയോ ആണ്, ധോണിയിൽ വന്നിട്ടുള്ള വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് ചാനലിൽ കയറി ചെക്ക് ചെയ്താൽ മനസ്സിലാവും. തരില്ല നിങ്ങൾക്കത്. ഗൈസ്, വന്നപ്പോ തന്നെ ഇവിടെ ഓറഞ്ച് വിതരണം കിടക്കുന്നുണ്ട്. ഹലോ ഓറഞ്ച്, നമ്മളെ അടുത്ത് നമുക്കുള്ള ഓറഞ്ച് വാങ്ങിച്ചിട്ട് വരാം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് എന്താണ് ഓറഞ്ച് ആണ്. നമ്മളിത് മധുവിളക്ക് ആനയ്ക്ക് കൊടുക്കാൻ പോവാണ്. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന കുട്ടിക്ക് ഞങ്ങൾ അപ്പോ ഈ കുട്ടി മധുവിളക്ക് ആനയ്ക്ക് കൊടുത്തിട്ട് തിരിച്ചു വരുമല്ലേ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ആയിട്ട് ഈ ഓറഞ്ച് മുഴുവനും തരുന്നതായിരിക്കും. ഏറ്റവും വലിയതാണ്. ധോണിക്ക് വരുന്നവർക്ക് എക്സ്ക്ലൂസീവ്ലി നമ്മൾ ലൈവായിട്ട് തൊലിച്ചു തരുന്നതായിരിക്കും. പഴക്കടയാണ്, ഇതിനുള്ളിലുണ്ട്. ഞാൻ സേഫ്റ്റിയാണ്. ഇനി എത്ര നേരം ഗൈസ്, ഇത് 2 മാസമായതാണ്. അതാ അങ്ങനെയൊന്നുമില്ല. ഓറഞ്ച് നിറഞ്ഞ വയർ എടുത്തു നോക്കി വിൽക്കാൻ നടക്കുന്ന ഗൂഗിളിൽ നിങ്ങൾ ഗൈസ്, നമ്മൾ ഇവിടെ പുതിയതായിട്ട് വീണ്ടും കുറെ ആൾക്കാരെ പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ സ്വന്തം സജിത് ബ്രോ. ഇതാണ് ഗൈസ് നമ്മുടെ സ്വന്തം, ആരാണ് പേര് പറയൂ? എന്റെ പേര് നിവേദ്യ. എന്റെ പേര് ഗോപിക. എല്ലാരും ക്യാമ്പിന് വരിക, പുതിയ ആൾക്കാരെ പരിചയപ്പെടുക, നല്ലോണം നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക, നല്ല എക്സ്പീരിയൻസ് അങ്ങനെ എല്ലാം സെറ്റ് ആക്കുക. എല്ലാരും ക്യാമ്പിനൊക്കെ പോവുക, ആൾക്കാരോട്ട് സംസാരിക്കുക, ഓരോ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. നമ്മുടെ ടീച്ചർ കുറെ അധികം ഐഡിയാസ് ഒക്കെ ഉണ്ട്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പിള്ളേരുകളെ എങ്ങനെയൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതിന്. അപ്പോ അതൊക്കെ നമ്മളെ കാലത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ചുമ്മാ ഇരുന്ന് പഠിക്കായിരുന്നു. ഗൈസ്, അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്കും മുകളിലത്തിന് ശേഷം അവിടെ കുറേ സർപ്രൈസുകളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ വ്യൂ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തെങ്കിലും ചോദിക്കാനോ? അത് നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം. പേര് പറയും. മാളവിക. സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും? ഹലോ. ഇവര് നമ്മളെ ഇൻട്രോയിൽ കണ്ട എന്റെ പേര് ഗോപിക. ഞാൻ പാലക്കാട് നാട്ടോ, വടക്കഞ്ചേരി നിന്നാണ്. പിന്നെ ഇപ്പോൾ നമ്മള് ഫോട്ടോ എടുത്തിട്ട് വരാം. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കാണുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ഓക്കേ, ബൈ.
വീഡിയോ അയച്ചായിരുന്നു മറക്കല്ലേ ഗൈസ്. ഇത് ആനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഫുഡാണ്. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ 10:30 മോളിലോട്ട് കയറാൻ വേണ്ടി. അപ്പൊ അതിനുള്ള വെയിറ്റിംഗിലുണ്ട്, നമ്മളിവിടെ നിൽക്കുകയാണ്. മോളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ട്, അത് കാണാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാവരും. അത് ഞാൻ സംഭവം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധോണിയിലാണെന്നുള്ളത്. ധോണിയിലാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും നമ്മൾ ഇതെന്തായാലും ആഡ് ചെയ്യും. ഞങ്ങൾ അവിടേക്ക് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ പോകുന്നത്. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇത് അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടും. അവസരമായി കാണാം. പറ പ്രതീക്ഷ പറ. അപ്പൊ നമ്മുടെ ചെക്കൻ ഭാവിയില് കുറെ പേർക്കുള്ള എന്താ പറയാ പ്രചോദനം കൊടുത്തോണ്ടിരിക്കും. കാരണം നമ്മളിപ്പോ ഒരു പുറത്ത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ മറ്റുള്ളവർ എങ്ങനെ സംസാരിക്കും, എന്ത് വിചാരിക്കും തോന്നും. പക്ഷെ ഒരു വ്ളോഗർ എന്നാൽ അങ്ങനെയല്ല, ആരുടെ അടുത്തും പെട്ടെന്ന് പോയി സംസാരിക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താണെങ്കിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള പ്രചോദനം നീ ഇവിടെ നിന്ന് എല്ലാവർക്കും കൊടുത്തിരിക്കണം. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഷൈനസ് ആയിട്ട് എന്റെ സോഷ്യൽ ആൻസൈറ്റി ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കും. അതിന് നമ്മൾ ഈ ക്യാമ്പ് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ എന്നെ പാട്ട് പാടാൻ വന്നപ്പോഴത്തേക്കും ഹെൽപ്പ് ചെയ്തൊരു ബ്രോ ഉണ്ട്. ഞങ്ങൾ രണ്ടാളും പാട്ടൊക്കെ പാടി എല്ലാരും ഉഷാറാക്കി. മറ്റൊന്നിന്റെ പേര് പറ. വഹാബ്. പാട്ടോ പാട്ട് പാട്. എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഏതപ്പോ പാടിയ മുത്തേ പൊന്നെ കരളേ എൻ കൽവിനുള്ളിലെ പൂവേ പുന്നാര പൂമോളല്ലേ നീ ജമീല പലൂറ് പുഞ്ചിരി നൽകിയില്ലേ. നമുക്ക് വേണ്ടി എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അതിമനോഹരമായ ഒരു ഗാനം ആലപിച്ചു തന്ന സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. 1000 കൈയടികൾ നമ്മൾ അടുത്ത് എന്തോ ഒരു പരിപാടി അവതരിപ്പിക്കാനായി നമ്മുടെ സ്വന്തം അസ്ലം വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ജീവിതം വലിയൊരു യാത്രയാണ്. ഈ യാത്രയിൽ ഒരുപാട് ആൾക്കാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറീസ് ദിസ് ബൂട്ട് ക്യാമ്പ്. അപ്പോ ഒരുപാട് സന്തോഷം. ബ്രോക്ക് ജീവിതത്തിൽ വലിയ വലിയ ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Next 10 years, this man will be rule the Kerala box office. ഐ തിങ്ക് പറഞ്ഞെല്ലാം ശരിയാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. നമ്മൾ അടുത്തതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബിൻസി മാമിന്റെ വലങ്കയ്യായ അഖില ചേച്ചിയാണ്. അഖില ചേച്ചി, വെൽക്കം ടു ദ വ്ലോഗ്. എന്തൊക്കെ പറയാനുള്ളത്? അടിപൊളിയായിരുന്നില്ലേ ക്യാമ്പൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിനുവേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ചേച്ചി. അപ്പൊ ഞാനല്ല, ബിൻസി മാമാണ് എല്ലാം ചെയ്തത്. നമ്മളെ ജസ്റ്റ് ഒന്ന് അസിസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അതിനോട്ട് കൂടെ നിന്നതിന് ചേച്ചിക്ക് വലിയൊരു സല്യൂട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും സംഭവം കണ്ടതാണ്. അതായത് ഇവിടെ ഫോറസ്റ്റിന്റെ ഫുൾ ഫോം ഒരു നല്ല അർത്ഥവത്തായ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ധോണിയിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ്. ഇവിടെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള സംഭവങ്ങളാണ്. അതെ 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 നമ്മുടെ ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടീച്ചറൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബാക്കിലായി പോയി. പിള്ളേരൊക്കെ നേരത്തെ എല്ലാവരും ഫ്രണ്ടിലാണ്. പല ആൾക്കാരും പല ടീച്ചറും ഫാമിലിയൊക്കെ ചോളക്കിടാതെ വീട്ടുകാര് കാണണം. അതിന് ഈ വീഡിയോ ആരും കാണാൻ പോകുന്നില്ല. റീച്ച് ആവേണ്ട വീഡിയോ ആണ്. പക്ഷേ റീച്ച് ആവും കേസ്, റീച്ച് ആവും. ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ എവിടെ സമയം കിട്ടുന്നു. സമയം നമ്മൾ കണ്ടെത്തണം. അതൊരു വല്ലാത്ത വഴിയാണ്. നമ്മൾ പക്ഷേ നമ്മളെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ ഇതേപോലത്തെ സമയങ്ങളൊക്കെ കണ്ടുപിടിക്കുക, ഇതേപോലത്തെ ട്രക്കിങ്ങിനൊക്കെ വരിക, കുറെ ട്രാവൽ ചെയ്യുക, കുറെ എക്സ്പീരിയൻസ്. ലൈക്ക് ഈ ഒരു നമ്മൾ ട്രാവൽ ചെയ്യുന്ന പ്ലേസിനേക്കാളും നമ്മുടെ കൂടെ ആരാണ്, നമ്മൾ ആരുടെ കൂടെ ട്രാവൽ ചെയ്യണം, ദാറ്റ് മാറ്റേഴ്സ്. ഈ ക്യാമ്പിൽ വന്നിട്ട് ഇന്നലെ എന്റെ തീർപ്പ് കാണാതായി. പക്ഷെ എനിക്ക് അതിൽ സങ്കടമൊന്നുമില്ല. കാരണം നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് കിട്ടി. അതുപോലെ നമുക്ക് ലൈഫ് ലോങ് അത് കീപ്പ് ചെയ്യണം, അല്ലേ വ്ളോഗർ? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോളി വെച്ച് കാണാം കേട്ടോ. ഓക്കെ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദിസ് ക്യാമ്പ്, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഞങ്ങൾ എല്ലാവരും അതായത് ഫുൾ സ്ട്രേഞ്ചേഴ്സാ. ലൈക്ക് ഞങ്ങൾക്ക് ആർക്കും പരസ്പരം അറിയില്ല. ബട്ട് ഈ ഒരു 3 days ക്യാമ്പ് അത്
സെറ്റ് ആയിരുന്നു അല്ലേ? തെറ്റായിരുന്നു. അടിപൊളിയായിരുന്നു. നമുക്ക് കുറച്ച് കേക്ക് ഒക്കെ കിട്ടി കഴിക്കാം, പക്ഷെ ഷുഗർ കട്ട് ആയതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. ഷുഗർ കട്ടല്ലേ, ചോക്ലേറ്റ് അലർജി ആണെന്ന് പറയും. കഴിക്കാൻ പറ്റില്ല. ഈ കൊച്ചിന് ചോക്ലേറ്റ് അലർജിയാണ്. സോ ഇന്നലത്തെ കേക്ക് കട്ടിങ്ങിന് നല്ല ബൊക്കെയൊക്കെ തന്നു. ഫൈനലി നമ്മളിപ്പോ നമ്മുടെ പിള്ളേരുടെ അടുത്ത് തന്നെ തിരിച്ച് എത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിക്ക് പോകണം, എന്നാലേ പറ്റുള്ളൂ. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകണമെന്നാണ് നമ്മുടെ ടീം മെമ്പേഴ്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോവാം. താഴോട്ട് പോകാതെ നോക്കിയൊക്കെ നടക്കുക എല്ലാവരും, നോക്കി നടക്കുക. ഇവിടെ ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം വെച്ചാൽ ഫോൺ നോക്കി നോക്കി നേരെ പോയി കഴിഞ്ഞാൽ നേരെ അപ്പുറത്ത് കൊക്കയാണ് ഗൈസ്. boy, the star boy from Trivandrum. Yes. The future blogger. Yes. India's most influential person that I was seen. मेरे को पता है ये फ्यूचर में बहुत अच्छा काम करेगा. आगे जाके बहुत बड़ा आदमी बनेगा और हम लोग का नाम रोशन करेगा. माई भारत का बड़ा रोशन करेगा. वो भी मैं बोलना चाहता हूँ. ഈ ഹിന്ദിക്കാരനല്ല, മലയാളിയാണ്. പക്ഷെ ഹിന്ദി പറഞ്ഞേ ഉള്ളൂ. ഇവിടെ മഴ വരുമ്പോഴത്തേക്കാണെങ്കിൽ ഇവിടെ നിറഞ്ഞു വെള്ളം വരും. പിള്ളേരൊക്കെ തളർന്ന് വന്ന് വിശ്രമിക്കാനിരിക്കുകയാണ്. നമ്മളിപ്പോൾ കുറച്ച് കയറിയതുള്ളൂ, പക്ഷെ ഇപ്പോൾ കുറച്ച് കയറിയപ്പോൾ തന്നെ നല്ല രീതിയിൽ ടയർഡായി. എല്ലാവരും ഒക്കെ തളർന്ന് അവിടെ എവിടെ ഇട്ടിരിക്കുകയാണ്. ഓക്സിജൻ കിട്ടാത്തൊരു പ്രശ്നമുണ്ട് ഇവിടെ. അങ്ങനെയല്ല, ഈ വലിയ കണ്ടത്ത് എങ്ങനെ ഓക്സിജൻ കിട്ടാതിരിക്കുക? അതല്ല, ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്സിജൻ ഇങ്ങനെ തിങ്ങിക്കൂടിയതാണ്. നമ്മുടെ കൂടെ ഉള്ള ഒരാൾ 2-3 പേര് കുറച്ച് മുകളിലെത്തിയിരിക്കുകയാണ്. ധോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമാണ്. അത് കേട്ടിട്ടുണ്ട്, അതല്ലാണ്ട് വേറെ. ഇതിന് എന്തുകൊണ്ടാണ് ധോണി എന്ന് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കറിയില്ല. അതിന്റെ പേരാ. അത് ഈ സ്ഥലത്തിന്റെ പേരാണ്. ഇതിന് എങ്ങനെ ഈ സ്ഥലത്തിന് ഈ പേര് കിട്ടിയെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അറിയുന്നുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ സുലഭമാണ്. എന്നെ അറിയുന്നവർ ലൈക്ക് അടിക്കും, ഷെയർ അടിക്കും, കമന്റ് ഇടും. പ്രത്യേകിച്ച് ഗേൾസിനോടാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ എല്ലാവർക്കും അറിയണ്ടാവും. നമുക്ക് വേണ്ടി വ്ലോഗ് എടുക്കാനായിട്ട് ബിൻസിയാണ് നമ്മൾ ക്യാമറ കൈമാറിയിരിക്കുന്നത്. ബിൻസിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, മുട്ട വെജിറ്റേറിയൻ ആണോ? എനിക്കൊരു സത്യമാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഇവരെ ധോണിയെ കുറിച്ച് കുറെ പൊക്കി പറയണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നടക്കുകയാണ് ഇത്ര നേരം. യെസ്. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കണോണ്ട് നമുക്ക് കിളികളുടെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. നമ്മൾ മെയിനായിട്ട് അതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, കിളികളുടെ ശബ്ദം അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഹിന്ദിക്കാരും തമിഴന്മാരൊക്കെ വന്നിക്കൊണ്ടോ, ഞാനും അത് പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ കുഴങ്ങിയിട്ട് നമ്മളിപ്പോൾ ജാക്കറ്റ് പൊരിച്ചിരുന്നു. പിന്നെ ജാക്കറ്റ് പൊടിച്ച് സഹായിക്കുന്നതാണ് ഈ കുട്ടി ഗോപിക. അപ്പോൾ മനസ്സുള്ളതാണ്, ഹെൽപ്പിംഗ് മൈൻഡാണ്. യെസ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ പറയാന്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും വീഡിയോ എടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരെ വ്ലോഗ് കൊണ്ടുവച്ച് എൻഡ് ചെയ്യും. ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ആരും ക്യാമറ ഞാൻ കൊണ്ടുവച്ച് എൻഡ് ചെയ്യും. ഉദ്ദേശിക്കുന്നത് നോൺ സ്റ്റോപ്പ് അല്ല, നമ്മൾ എൻഡ് ചെയ്യണ സമയത്ത് എൻഡ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുക. അതെ ഗൈസ്, നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് കാണാനുണ്ടെങ്കിൽ വീഡിയോ എടുക്കും. അപ്പോൾ നമ്മളൊന്ന് മല കയറിക്കോട്ടെ ഗൈസ്. ഗൈസ്, നമ്മള് മല കയറണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറഞ്ച് കഴിച്ച ശേഷമാണ് മല കയറണേ. എനർജി കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ ക്യാമ്പിന്റെ കോർഡിനേറ്റേഴ്സ് നമുക്ക് കുറെ ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ബാഗിൽ 2-3 ഓറഞ്ച് വെച്ചിട്ടുണ്ട്. ഈ ചേച്ചിയാണ് നമ്മുടെ ഓറഞ്ച് ഒക്കെ സപ്ലൈ ചെയ്യണ ചേച്ചി. അപ്പോൾ നമ്മൾ ഓറഞ്ച് കഴിക്കുകയാണ്. ഗൈസ്, നമ്മൾ കുറച്ച് അഡ്വഞ്ചേഴ്സിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ അതുവഴി പോകാണ്ടതിന് പകരം ഇപ്പോൾ ഇതുവഴി ഒരു ചെറിയ വഴി കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഒരാൾ അവിടെ റീച്ച് ആയിട്ടുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ പ്രതീക്ഷ ടീമിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പ്രതീക്ഷ ടീം പുതിയൊരു അഡ്വഞ്ചർ വഴി കണ്ടുപിടിച്ച് അതിലേക്ക് കയറി പോവുകയാണ്. അതാണ് ഗൈസ്, നമ്മൾ കുറെ അതിഭീകരമായിട്ടുള്ള വഴികളിൽ കൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കുറെ ആൾക്കാർ നമ്മൾ പോയ വഴിയെ കയറി വരികയാണ് ഗൈസ്. ഹായ് ഗൈസ്, ഇപ്പോൾ വേറൊരു ഇൻഫർമേഷൻ പറയാനായിട്ടാണ് വന്നത്. അതായത് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണ് നമ്മുടെ സ്വന്തം ഇംഗ്ലീഷ് ടീച്ചറായ അഖില ചേച്ചിയുടേതാണ്. അപ്പോൾ അഖില ചേച്ചിക്ക് വളരെയധികം താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഓക്കെ, തളർന്നു കേസ്, മരിച്ചു. ഇനി അവിടെ പോയിട്ട് അവിടെ അങ്ങ് കിടക്കുക, വെള്ളത്തിൽ കയറി കിടക്കുക, അതൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ
ഗായ്സ് ഇനി അഡ്വഞ്ചറിനുള്ള ഒരു പ്രാപ്തിയില്ല. സോ നമ്മൾ നടന്നു പോവുകയാണ്. ചുറ്റും ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളൊക്കെ ചിരിക്കുന്നുണ്ട്. വളരെയധികം തളർന്നിട്ട് ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. നമ്മളിപ്പോ ഓറഞ്ച് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഹലോ ബ്രോ, തളർന്നിട്ടുണ്ടല്ലോ നല്ല രീതിയിൽ. പക്ഷേ ഈ ബ്രോയുടെ മുഖത്ത് ക്ഷീണമൊന്നും കാണാനില്ല. എൻ്റെ മോൻ നോക്കി വേർപ്പൊക്കെ ഒലിച്ചിറങ്ങുന്നുണ്ട്. ഓ മരിച്ചു. നിങ്ങളിത് കണ്ടോ ഗൈസ്, അതിമനോഹരമായൊരു താഴ്വരയാണ് നിങ്ങളീ കാണുന്നത്. ഗായ്സ് അപ്പോൾ ഫൈനലി നമ്മളിപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അവിടെയാണ് ഗായ്സ് വെള്ളച്ചാട്ടം പറഞ്ഞത്. നമ്മൾ അതിൻ്റെ മുകളിലെത്തി. ഇനി ഇവിടെ നമുക്ക് കയറി നിൽക്കാം, നടക്കാം, അങ്ങനെയുള്ള സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി നടന്നിട്ട് വരാം. ഇവിടെ വെള്ളം നല്ല തണുപ്പാണ് ഗൈസ്. ഗൈസ് കാലിൽ വെള്ളം തുറമ്പോൾ നല്ല തണുപ്പുണ്ട് ഗൈസ്. തണുക്കുന്നുണ്ട് ഗൈസ്, നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് കാല്. ഹലോ, 3-4 കിലോമീറ്റർ എങ്ങാണ്ടോ ഇനി പറയും. ഇപ്പോഴാണ് ഒന്ന് ചത്ത പോലെ നടന്ന് സത്യം പറഞ്ഞാൽ. ഇപ്പോഴാണൊന്ന് റിലാക്സ് ചെയ്ത്. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോ നല്ല തണുപ്പ്. പക്ഷെ നല്ല തണുപ്പുണ്ട് ഗൈസ്. നല്ല വ്യൂ ട്ടോ, അടിപൊളി, ഒന്നും പറയാനില്ല. ബ്യൂട്ടിഫുൾ ആയിട്ട്. മീനൊക്കെ ഉണ്ടോ? മീനുണ്ട്. കണ്ടോ ഇവിടെ വ്യൂ ഒക്കെ അത്യാവശ്യം അടിപൊളിയാണ്. ബൈ ബൈ. ചർക്കാറൊക്കെ അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരി എടുക്കാം. ഗൈസ് കാലൊക്കെ തണുത്ത് കുറച്ച് മരയിപ്പിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് നല്ല തണുപ്പാണ് ഗൈസ്. ഗൈസ് ഫിഷ് പാ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ കുറേ എത്തിയിട്ട് ഞങ്ങള് ധോണിപ്പുഴയിലെത്തി. ആദ്യമൊന്നും രസം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോ നല്ല രസമുണ്ട്. വെള്ളമൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ധോണി വാട്ടർഫാൾസ്. ധോണി വാട്ടർഫാൾസ് വരിക. പിന്നെ നല്ല വൈബാണ്. ഇതാ നമ്മൾ ചുറ്റും നമ്മളെ ക്യാമ്പിലുള്ള പിള്ളേർ മാത്രമേ ഉള്ളൂ. ക്യാമ്പിലുള്ള ഓരോ പിള്ളേരുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട്. കുറെ നേരത്തെ ട്രക്കിങ്ങിനൊടുവിൽ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വൈബായിട്ടുണ്ട്. അത് നല്ല ക്ഷീണിച്ച് തളർന്നാണ് പക്ഷെ ഇവിടെ എത്തിയത്. പക്ഷെ ഇപ്പൊ അത്യാവശ്യം നല്ല എനർജി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മാറിയല്ലോ. ഫ്രഷ് വാട്ടർ മലിന്റെ മേലെ പ്യൂരിഫൈ ചെയ്ത് വന്ന വാട്ടറാണ്. ഒന്നിന് 100 രൂപ. അയ്യോ, ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അതായത് ഇത് ഇത്രയും നിറഞ്ഞ്, അതായത് ഇതിന്റെ മുകളിൽ കൂടെയും വെള്ളം വരണുണ്ട്. അത് ചില മഴ സമയങ്ങളിലൊക്കെ ഇതിന്റെ മുകളിൽ കൂടെ വെള്ളം വരുമെന്ന് തോന്നുന്നുണ്ട്. എന്ത് പറ്റി? ആരാ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന്? ഗൈസ് നമ്മളോടുള്ള ഒരു ചെറുക്കൻ നേരെ പോയി വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഹലോ. ഗായ്സ് അപ്പോൾ ഇവിടെ സമയം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയാണ് ഇവിടെ നിന്ന്. അങ്ങനെ കുറേ നേരത്തെ മെമ്മറീസൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ലൈഫിൽ ഒട്ടും മറക്കാൻ കഴിയാത്തുള്ള കുറേ മെമ്മറീസാണ് ഇവിടെ വെച്ച് നമുക്ക് കിട്ടിയത്. ഈ പുള്ളി എല്ലാവരെയും ഇവിടെ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതായത് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉച്ചയ്ക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ആന, പുലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെള്ളം കുടിക്കാൻ വരും. അപ്പോഴത്തേക്കും നമ്മളിവിടെ നിന്ന് പോകണം. അതാണ് അതിൻ്റേതായ ഒരു രീതി അല്ലേ? കാലൊക്കെ തണുത്ത് വിറച്ചിരിക്കുവാടാ. ഗൈസ് ആ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പുറത്തിറങ്ങി ഒരു ആനയുണ്ട്. അപ്പോൾ ആനയെ തിരിച്ച് ഓട്ടിച്ച് മുകളിലോട്ട് കയറ്റുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ നേരത്തെ ഇറങ്ങണത്. ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ് ഗൈസ്. നമ്മളെ ഇടയ്ക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ആനയെ കാണുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കാണിച്ചു തരും. അങ്ങനെ ആനയെ നമ്മൾ ഇടയ്ക്ക് വെച്ച് കാണുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളിൽ എത്തുന്നതായിരിക്കില്ല. ആന പ്രതികരിച്ചേ ഓടുകയായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും ഈ വീഡിയോ നിങ്ങളെ എത്തുന്നതായിരിക്കും. ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യണമെന്നാണ് താങ്കൾ പറയുന്നത്? ഇമ്പ്രൂവ് ചെയ്യല് ഫസ്റ്റ് നന്നായി ടോക്ക് ചെയ്യാൻ വഹിക്കണം. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എന്തെങ്കിലും നമുക്ക് ഓഡിയൻസ് എന്താ വെച്ചാൽ പറയുക വെച്ചാൽ സബ്സ്ക്രൈബേഴ്സുകളില്ല, അവർ പറയണത് എന്താ വെച്ചാൽ അതിനനുസരിച്ച് പറ്റണത്ര ശ്രമിച്ച് കണ്ടന്റ് എടുക്കാൻ നോക്കുക. പിന്നെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് കുറച്ച് പരിപാടികൾ ഇറക്കിയിട്ടുള്ള നോക്കണം. എന്ത് കണ്ടന്റ് വേറെ ആൾക്കാർ ഇറക്കാതെ ടൈപ്പിലുണ്ടല്ലോ, അങ്ങനത്തെ ഇറക്കി കൊടുക്കുക.
പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടോക്ക് ചെയ്തിട്ട് അവരെ നമ്മളെ തന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് നിലനിർത്തിപ്പിക്കാനുള്ള പരിപാടി നോക്കണം. ഗായ്സ്, അപ്പോൾ ഒരു സബ്സ്ക്രൈബർ ഒരു ഉപദേശം ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അതനുസരിച്ച് ഇനി പുതിയ കണ്ടന്റുകളൊക്കെ നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ധോണിയിൽ വന്നപ്പോൾ ഇതാ ഇവിടെ നിന്നാണ് ഇൻട്രോ എടുത്തത്. ആ സ്ഥലമാണിത്. എനിക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുക്കനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ അവനെ കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ആനന്ദ് വ്ളോഗ്സ് അറ്റിട്ട് സെർച്ച് ## ആനന്ദ് വ്ളോഗ്സ്. ചെറുക്കൻ്റെ ഫോണിൽ വന്നുകൊണ്ട് അതെൻ്റെ അക്കൗണ്ടല്ല ഗൈസ്, ഞാൻ തന്നെ സെർച്ച് ചെയ്ത് എടുത്തു കൊടുക്കുന്നതായിരിക്കും. അതെ, 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ മാതിരി. ഇതാ നീ കുറച്ച് നീ വെച്ചോ. സമയം ഇപ്പോൾ 1 മണിയായി. 1.5 മണിക്കൂർ നടക്കണം. ഇത് കൊറേ വഴി കൂടെയും കുണ്ടുകൂടെയും കുഴിക്കൂടെ ഒക്കെ വന്നിട്ട് ഗൈസ് മൊത്തത്തിൽ ആകെ ഉപ്പാട് ഇളകിക്കണ്. ഗൈസ്, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മള് ശബരിമലക്ക് നടക്കണ പോലെ നടക്കണ്. എത്ര നടന്നാലെന്നറിയോ നമ്മള് ഉദ്ദേശിക്കുന്ന വഴി എത്തണേ. ഏത് കൂടെയൊക്കെ നടന്നാലും ആ ഒരു ഡെസ്റ്റിനേഷൻ ഒന്ന് കാണേണ്ടതാണ്. സാറ്റിസ്ഫാക്ഷൻ അങ്ങോട്ട് കൂടി. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇനി വല്ലതും താങ്കൾക്ക് ഇനി വല്ലതും പറയാനില്ല? സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഗൈസ്, നിങ്ങൾ ഈ പാലക്കാട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും വന്ന് കാണേണ്ട സ്ഥലമാണ് ധോണി വാട്ടർഫാൾസ്. ലൊക്കേഷൻ വേണമെങ്കിൽ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണതായിരിക്കും. സബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കുക, മാക്സിമം ചെക്കനെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം മോന്റെ അക്കൗണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എല്ലാരും കൂടെ. കാരണം എന്താന്ന് വെച്ചാല് നമ്മളിങ്ങനെയാണല്ലോ ഒരു തലമുറനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന. ഫസ്റ്റ് ഒക്കെ കുറെ ബാഡ് കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് വല്ലതും ലൈഫിൽ വല്ല അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ ആരെയും നോക്കാൻ പാടില്ല, അങ്ങോട്ട് ചെയ്യുക. അതെ, അലൻ ജോൺസ് പറഞ്ഞ പോലെ നമ്മളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പൊ അത്രേ ഉള്ളൂ പറയാന്. ഇപ്പൊ നമ്മൾ ഈ ക്യാമ്പ് കഴിഞ്ഞ നമ്മൾ പിന്നെ കാണുമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇവിടെ ഇരിക്കണ ഒരാളെ നമ്മളിനി കാണില്ല. ഇന്നത്തോടെ നമ്മള് പിരിയ. ഇപ്പൊ ഒന്ന് വിളിച്ചു വെച്ചാ അതെ അതെ, എന്റെ കല്യാണമാണ്. നമ്മളെല്ലാരും വിളിക്കും. അപ്പൊ എല്ലാരും വരണം. പിന്നെ എക്സ്പെൻസീവ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നാലേ കല്യാണ പേര് കേട്ടുള്ളൂ കേട്ടോ. സ്നേഹം മാത്രം. അതിന് വലിയ എക്സ്പെൻസീവ് സാധനം നമ്മൾ കൊടുക്കാല്ല. ഇതിന് പൂക്ക് വന്ന് നമ്മൾ എയറിൽ കയറിട്ട് നോക്കി. അപ്പൊ പൂക്കണവരൊക്കെ പൂക്കുക. അവരങ്ങനെ സന്തോഷിക്കുന്നു, നമ്മൾ ഇങ്ങനെ സന്തോഷിക്കുന്നു. അത്രേ ഉള്ളൂ. നമ്മൾ നമ്മളായിട്ട് ജീവിക്കാം. അതെ, അത്രേ ഉള്ളൂ. ഇത്ര നേരം നമുക്ക് വേണ്ടി വീഡിയോ എടുത്ത നമ്മുടെ സ്വന്തം ഗോപികയ്ക്ക് നമ്മുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എനിക്ക് അങ്ങനൊന്നും വേണ്ട. ഒക്കെ നമ്മൾ തന്നെ, ഒക്കെ നമ്മളുടെ തന്നെ സ്നേഹം മാത്രം. ഒക്കെ നമ്മുടെ സ്നേഹം മാത്രം. മനസ്സ് നന്നായിട്ട്. നമ്മള് പറയാൻ വന്ന സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമുക്കിപ്പോ നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്തിട്ട് സെർച്ച് ലിസ്റ്റിൽ വന്നില്ല. സോ നമ്മള് ലിങ്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരിക്കും. നമുക്ക് ആദ്യം താഴോട്ട് ഇറങ്ങാം. ഓറഞ്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗായ്സ്, നമ്മളിപ്പോൾ വളരെയധികം ദുർഘടമായ പാതകളിലൂടെയാണ് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതുവഴി ഇറങ്ങാൻ ഭയങ്കര പാടാണ്. പക്ഷേ തിരിച്ചിറങ്ങുമ്പോൾ ടയേർഡൊന്നുമില്ല, പക്ഷെ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. കയറിയപ്പോൾ നല്ല ടയേർഡായിരുന്നു, പക്ഷേ വീഴുമെന്നുള്ള പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇറങ്ങുമ്പോൾ വീഴുമെന്നുള്ളൊരു ചെറിയ പേടിയുണ്ട്. ഗൈസ്, നമ്മളാണ് ലാസ്റ്റ് പോണത്. നമ്മൾ ലാസ്റ്റ് കമ്മേഴ്സാണ്. ലാസ്റ്റാണ് തിരിച്ചെത്തുക. ലാസ്റ്റ് ബസ്സിൽ കയറിയ ലാസ്റ്റ് ബസ്സിൽ കയറുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമുക്ക് പണി വരും. അല്ല, പണിയിലെ ചോദ്യം വരും. എവിടെയായിരുന്നു നിങ്ങളെ കത്തിട്ട് ഞങ്ങൾ പക്ഷേ നമ്മൾ സേഫായിട്ട് എത്തിയാൽ മതി. അങ്ങനെ എല്ലാവരും കെയർ ചെയ്യണം. അങ്ങനെ നമ്മളെ സേഫായിട്ട് എത്തിയാൽ മതി, അല്ലാതെ നേരത്തെ എത്തുക അങ്ങനെയൊന്നുമില്ല. സേഫായിട്ട് എത്തുക. ഗായ്സ്, നമ്മളൊരു മരയണ്ണാനെ കണ്ടിരിക്കുകയാണ്. അതാണ് ഗൈസ് മരയണ്ണാൻ. മലയണ്ണാനാണോ മരയണ്ണാനാണോ? മലയണ്ണൻ. ഓക്കെ, സോറി ഗൈസ്, ഇത് മലയണ്ണനാണ്. ഗൈസ്, ഇപ്പോൾ ഭാഗ്യത്തിന് ആനയൊന്നും കണ്ടില്ല. സോ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നേരെ ബസ്സിൽ കയറി നമ്മൾ തിരിച്ച് നമ്മുടെ ക്യാമ്പ് കിടക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നതാണ്. എത്തിയിരിക്കുകയാണ്. ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി കഴിഞ്ഞു. ഹായ് ഗൈസ്, എല്ലാവരും ടയേർഡായിട്ടിരിക്കുകയാണ്. സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടുവച്ച് എൻഡ് ചെയ്യാൻ പോവുകയാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.